ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഗുജറാത്തിലെ സൂറത്തിലൂടെയുള്ള യാത്രയിലാണ്. നമ്മൾ മലയാളികൾ അധികം കാണാത്ത ഒരു കൃഷിയാണിത്, പരുത്തി കൃഷി. പ്രധാനമായും തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നൂലിന് വേണ്ടിയാണ് ഇത് വളർത്തുന്നത്. സൂറത്തിൻ്റെ പരിസരത്തും ഗുജറാത്തിലും വൻതോതിൽ പരുത്തി കൃഷി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റൈൽ ഫാക്ടറിക്ക് അസംസ്കൃത വസ്തുവായ കോട്ടൺ ക്ഷാമം ഉണ്ടാവാറില്ല. റോ മെറ്റീരിയൽസ് ധാരാളമായി ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് വ്യവസായങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും നല്ല രീതിയിൽ നനവ് കൊടുക്കുന്ന മണ്ണിലും വളരെ നല്ല രീതിയിൽ വളരുന്നു. വിത്ത് നട്ട് 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഇത് മുളയ്ക്കുന്നു. ഇലകളും ശാഖകളും വന്നതിന് ശേഷം പുഷ്പിക്കാൻ തുടങ്ങും. ആദ്യം പുഷ്പങ്ങൾ വന്നതിന് ശേഷം ഈ പുഷ്പങ്ങൾ ഒരു ബോളായി രൂപാന്തരപ്പെടും. 50 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ ഇത് പാകമാവുന്നു. പാകമായ ബോളുകൾ പൊട്ടി നൂൽ പുറത്തു വരും. ബാക്കി കൃഷി ഉള്ളതുപോലെ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഇതിനും ആവശ്യമാണ്. ചെറിയ കൃഷിത്തോട്ടങ്ങളെല്ലാം ഈ നൂല് പൊട്ടിയത്, ഇതുപോലെ കാണുന്ന ഈ പൊട്ടിയത് ശേഖരിക്കുന്നത് കൈകൊണ്ട് തന്നെ ശേഖരിക്കുന്നു. വലിയ കൃഷിയിടങ്ങളിൽ മെഷീനുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതാണ് ആ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഈ കോട്ടൺ ശേഖരിക്കാൻ പരുവമായിരിക്കുന്ന പരുത്തികൾ. 50 മുതൽ 60% ബോളുകൾ പൊട്ടി തുറന്നു കഴിഞ്ഞാൽ ഇത് ശേഖരിക്കാൻ തുടങ്ങും. ഈ കോട്ടണിൽ നിന്ന് വിത്തുകൾ വേർതിരിക്കുന്നു. ഈ കോട്ടൺ കൂട്ടിയിട്ട് ബെയിലുകളാക്കിയാണ് സംഭരിച്ചു വെക്കുന്നത്. ഇതിൻ്റെ വിത്തുകൾ എണ്ണയ്ക്കായും മൃഗങ്ങൾക്കുള്ള തീറ്റയ്ക്കായും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഈ കൃഷിക്കും പ്രവചിക്കാനാവാത്ത വെല്ലുവിളികളാകുന്നുണ്ട്. ഇത് കർഷകരെ കഷ്ടത്തിലാക്കുന്നു. ഇവർ ഇത് വിളവെടുക്കാതെ പാടങ്ങൾ അങ്ങനെ തന്നെ തീയിട്ടൊക്കെ നശിപ്പിക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. കോട്ടൺ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പിന്നീട് ചൈന, അമേരിക്ക മുതലായവ രാജ്യങ്ങളാണ്. BT കോട്ടൺ ജീവസങ്കലന സാങ്കേതികം ഉപയോഗിച്ച് ഉൽപാദനക്ഷമതയും കീടനിർമ്മാർജ്ജന ശേഷിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർഷകർക്ക് ഈ വിത്ത് ഒരു ഗുണപ്രദമാണ്. അപ്പോൾ നമ്മൾ ഈ കോട്ടൺ കൃഷിയെല്ലാം കണ്ട് ഈ ഗുജറാത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സിറ്റി അല്ലെങ്കിൽ കോട്ടൺ സിറ്റി, സിൽക്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന സൂറത്തിലൂടെയുള്ള യാത്രയിലാണ് നമ്മൾ. പുറത്ത് തപ്തി നദിയുടെ തീരത്ത് അറബിക്കടലിൽ ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ്. വലിയ ഒരു തുറമുഖം ഉണ്ട് ഇവിടെ. സൂറത്ത് ഗുജറാത്തിലെ വാണിജ്യ സാമ്പത്തിക കേന്ദ്രവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരപ്രദേശങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാണുന്നത് പോലെ അമ്പരച്ചുംബികളായ ഫ്ലാറ്റുകളും ബിസിനസ് കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്നു. വജ്രത്തിൻ്റെയും തുണി വ്യവസായത്തിനും വസ്ത്രങ്ങൾക്കും മറ്റുള്ള വ്യവസായത്തിനും പേരുകേട്ട കേന്ദ്രം കൂടിയാണ് സൂറത്ത്. അതുപോലെ ലോകത്തിലെ 90% വജ്രങ്ങൾ മുറിച്ച് പോളിഷ് ചെയ്യുന്നതും സൂറത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിന് ശേഷം ഗുജറാത്തിലെ 2ാമത്തെ വലിയ നഗരമായാണ് സൂറത്ത് അറിയപ്പെടുന്നത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിൽ നിന്ന് 284 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ സൂറത്ത് നഗരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇക്കണോമിക്സ് ടൈംസ് നടത്തിയ പഠനമനുസരിച്ച് 2020 മുതൽ 2035 വരെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായി സൂറത്ത് മാറും എന്നാണ് കണക്കാക്കുന്നത്. 2020 സ്വച്ഛ് സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള 2ാമത്തെ നഗരമായി സൂറത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈ ഓവറുകളുടെ നഗരം എന്നുകൂടി ഈ നഗരത്തിന് പേരുണ്ട്. ഇതിലെ ഏറ്റവും അധികം ഫ്ലൈ ഓവർ ഈ നഗരത്തിലാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ വാഹനങ്ങളുടെ ബാഹുല്യം. പുരാതനമായ ഒരു പട്ടണം കൂടിയാണ് സൂറത്ത്. AD 1500കളിൽ സ്ഥാപിതമായി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സൂറത്ത് പ്രധാന തുറമുഖ നഗരമായി മാറി ഡൽഹി സുൽത്താനായിരുന്ന
അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് കീഴടക്കി എന്നും ചരിത്രം പറയുന്നു. പിന്നീട് 1637 ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണത്തിലാക്കി സൂറത്തിനെ. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ തുറമുഖ നഗരമായിരുന്നു സൂറത്ത്. 1612 ഇംഗ്ലണ്ട് അവരുടെ ആദ്യത്തെ ഇന്ത്യൻ ട്രേഡിംഗ് ഫാക്ടറി സൂറത്തിൽ സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറുകളുടെ മുകളിൽ കൂടെയാണ്. ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ടമാനം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഫ്ലൈ ഓവറിൻ്റെ നഗരം കൂടിയാണ് എന്ന്. 1800കളിൽ ബ്രിട്ടീഷുകാർ സൂറത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. 1942 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഈ പ്രദേശത്ത് നിന്നുള്ള കർഷകർ, അന്ന് 3000-ഓളം കർഷകർ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം മുംബൈ, അഹമ്മദാബാദ്, പൂനെ, നാഗപ്പൂർ, വഡോദര എന്നിവയ്ക്കൊപ്പം അതിവേഗം വളരുന്ന ഒരു നഗരങ്ങളിൽ ഒന്നായി മാറി സൂറത്ത്. പ്രധാന വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായി സൂറത്ത്. 1994 സൂറത്തിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അന്നെല്ലാം അത് വളരെയധികം ചർച്ചയും വാർത്തയുമായ ഒരു രോഗമായിരുന്നു പ്ലേഗ്. അതോടെ ജനങ്ങൾ സൂറത്ത് നഗരം വിട്ടു. പലായനം മൂലം പ്ലേഗ് ഇന്ത്യയുടെ പല ഭാഗത്തും വ്യാപനത്തിനിടയായി. ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറിന് താഴിലൂടെ ഇറങ്ങി. ഇത് മുകളിലൂടെയും ഫ്ലൈ ഓവർ പോകുന്നുണ്ട്. ഇത് മെട്രോ അല്ല, മെട്രോയ്ക്കുള്ള പണി നടക്കുന്നതുള്ളൂ. ഇവിടെ ഒറ്റ തൂണുമേൽ ഉള്ള സിംഗിൾ വേയാണ് ഈ മുകളിൽ കൂടെ പോകുന്ന പാതകൾ. അതുപോലെ ഇഷ്ടംപോലെ യാത്രാ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു നഗരം കൂടിയാണ് സൂറത്ത്. സൂറത്തിലെ അന്ന് പ്ലേഗ് പടരാൻ മാലിന്യമാണ് ഇതിൻ്റെ പ്രശ്നമെന്നും മാലിന്യം മൂലം എലിയും ചെള്ളും മറ്റും വ്യാപിച്ചു എന്നും അതുകാരണമാണ് പ്ലേഗ് പകരാൻ ഇടയായതെന്നും വാർത്തകൾ വന്നു. അങ്ങനെ സൂറത്ത് നിശ്ചലമായി. കോളേജുകളും സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും എല്ലാം അടച്ചു. കോവിഡ് ഉണ്ടായ പോലുള്ള ഒരു സ്ഥിതിവിശേഷം. പിന്നീട് വാക്സിൻ കൊടുത്തും ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തും പ്ലേഗിൻ്റെ വ്യാപനം തടയാൻ അന്ന് സർക്കാരിന് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് സൂറത്ത് പുനരുജ്ജീവനത്തിന് സാക്ഷിയായി. ചേരികൾ പൊളിച്ചു നീക്കി, ബദൽ സംവിധാനങ്ങൾ താമസക്കാർക്കൊരുക്കി, റോഡുകൾ വീതി കൂട്ടി, എല്ലാം കൊണ്ടും ക്ലീൻ സിറ്റിയാക്കി മാറ്റി. 2007 ഒക്ടോബർ 2 സൂറത്ത് ഡിസ്ട്രിക്ട് 2ആക്കി മാറ്റി. താർവി എന്ന ജില്ല പുതുതായി രൂപീകരിക്കുകയും ചെയ്തു. സൂറത്തിൽ അടുത്ത് തന്നെ ഹാസിറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് വമ്പൻ വ്യവസായശാലകളുള്ളത്. അതുപോലെ ഇവിടെ ഡുമാസ് എന്ന പേരിൽ ഒരു ബീച്ചുമുണ്ട്. ധാരാളം സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്ക് ഞാൻ ഈ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നോക്കിയാൽ മനസ്സിലാവും, തലങ്ങും വിലങ്ങും ഫ്ലൈ ഓവറുകളുണ്ട്. അതുപോലെ ലോകമെമ്പാടുമുള്ള വജ്രവിപണിയുടെ 10 വജ്രങ്ങളിൽ 8 എണ്ണവും മുറിച്ച് പോളിഷ് ചെയ്ത് കയറ്റുമതി നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് സൂറത്ത്. വജ്രങ്ങൾ, തുണിത്തരങ്ങൾ, പെട്രോ കെമിക്കൽസ്, കപ്പൽ നിർമ്മാണം, ഓട്ടോമൊബൈൽസ്, തുറമുഖം തുടങ്ങി നിരവധി വ്യവസായം ഇവിടെ നടക്കുന്നു. നിർമ്മാണ വ്യവസായങ്ങളും ഇവിടുന്ന് തന്നെ സൂറത്തിൽ നിന്ന് തന്നെ നടക്കുന്നു. സൂറത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കുതിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മൾക്ക് എല്ലാം ഈ ട്രക്കുകളിലും ചെറിയ ചെറിയ വാഹനങ്ങളിലും എല്ലാം തുണികളും മറ്റുമാണ് കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത്. തുണി വ്യവസായവും ഇവിടെ വളരെ പേര് കേട്ടതാണ്. സൂറത്ത് ഇന്ത്യയുടെ സിൽക്ക് സിറ്റി എന്നും അറിയപ്പെടുന്നു. ഇവിടെ 1 ലക്ഷത്തിലധികം മില്ലുകളുടെ യൂണിറ്റുകളുണ്ട്. സൂറത്ത് ഒരു വർഷം 9 ദശലക്ഷം മീറ്റർ തുണി ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ ഒരു ഓഗസ്റ്റ് 14 ഇതിലൂടെ സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ വഴിയരികിലെല്ലാം തന്നെ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഞാനും ഒന്ന് വാങ്ങി വണ്ടിമ കെട്ടാൻ. അങ്ങനെ ഓഗസ്റ്റ് 15 വേണ്ടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് വിൽപ്പനക്കാരാണത്. ഈ ട്രക്കിൽ നിന്നും ഇതുപോലെ തന്നെ കെട്ടുകളാണ് കൊണ്ടുപോകുന്നത്. തുണിത്തരങ്ങൾ കൊണ്ടുപോകുന്ന സൈക്കിൾ യാത്രികൻ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വ്യാവസായിക നഗരമാണ് സൂറത്ത്. ഇന്ത്യയുടെ മൊത്തം തുണി ഉൽപ്പാദനത്തിൻ്റെ 65% ഇവിടെ നിന്നാണ്. സൂറത്തിൽ നിരവധി IT കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. സൂറത്തിൽ വമ്പൻ കമ്പനികൾ പ്രവർത്തിക്കുന്നു. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്,
ഹാസ്ര എന്ന സ്ഥലത്തെ മാനുഫാക്ചറിങ് ഡിവിഷനാണ് റിലയൻസിൻ്റെ. SR സ്റ്റീൽ, L&T, കൃഷക് ഭാരതി, NTPC ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം, IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അൾട്രാടെക് സിമെന്റ്, നിരവധി കമ്പനികൾ ഈ ഹാസ്രയിൽ പോകുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കും. ഞാൻ ഹാസ്രയിൽ പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോയുമായി നമുക്ക് വരാം. ഇത് വീണ്ടും ഈ സിറ്റിയിൽ കൂടെ ഇപ്പോൾ 8-ോ 10-ാമത്തെ പാലത്തുമേ കൂടെയാണ്, ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഹാസ്ര എന്ന പ്രദേശത്ത് ഭൂരിഭാഗം വ്യവസായങ്ങളും കമ്പനികളും സ്ഥിതി ചെയ്യുന്നു. ഇവിടം മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഗുജറാത്ത് 30 വർഷമായി തുടർച്ചയായി BJP ആണ് ഭരിക്കുന്നത്. BJPയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് സൂറത്ത്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ടായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2020 സൂറത്തിന്റെ GDP $57 ബില്യൺ ആണെന്നാണ് കണക്ക്. 80,000 കോടി രൂപയുടെ തുണിക്കച്ചവടമാണ് ഓരോ വർഷവും സൂറത്തിൽ നടക്കുന്നത്. ഇതൊരു അത്ഭുതമാണ്, അത്ഭുത കണക്കാണിത്. ഇത് സൂറത്തിൻ്റെ പഴയ സിറ്റിയാണ്. ഇവിടെയും സൂറത്തിൽ ക്ലീൻ സിറ്റി ആണെങ്കിലും പല ഭാഗങ്ങളിലും പഴയ ഓൾഡ് സിറ്റിയിലേക്ക് കിടന്നാൽ വൃത്തികേടായി കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊരു ഓൾഡ് സിറ്റിയിലൂടെ എൻ്റെ യാത്ര തുടരുകയാണ്. സൂറത്ത് ആധുനികവും അതേപോലെ പുരാതനവുമായ ഒരു നഗരമാണ്. ഏറെ ചരിത്രങ്ങളുള്ള നഗരം. ധാരാളം ഫ്ലൈ ഓവറുകളും ധാരാളം അണ്ടർ പാസേജുകളുമുള്ള ഒരു നഗരമാണ്. ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങൾ വളരെ മികച്ചതും കൂടിയാണ്. പക്ഷേ സിഗ്നലുകൾ നോക്കിയല്ല ഇവിടെ വണ്ടി ഓടിക്കുന്നത് എന്ന് എനിക്കൊരു പരിഭവമുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ പലരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ പോക്കറ്റ് റോഡിൽ നിന്നെല്ലാം സിഗ്നൽ നോക്കാതെ പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് കയറ്റി വരുന്ന 2 വീലറുകാരും ചെറിയ ഗുഡ്സ് വെഹിക്കിളൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഗുജറാത്ത് വ്യാവസായികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും വൻ വളർച്ച നേടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഈ ഗുജറാത്ത് സംസ്ഥാനത്തിലൂടെയുള്ള യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യമാവുന്നത്. നിരവധി പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, 6-വേ ലൈൻ പാതകൾ, നഗരത്തിൻ്റെ പല ഭാഗത്തും ആധുനിക രീതിയിലുള്ള വമ്പൻ കെട്ടിടങ്ങളുടെ പണികൾ, അങ്ങനെ ധാരാളം ഉണ്ട് ഇവിടെ. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഗുജറാത്ത് ഒരു പാഠമാക്കാൻ പറ്റുന്നതാണ്. പിന്നെ പണ്ടെല്ലാം പലതും നടന്നിട്ടുണ്ട് എന്നൊക്കെ വാർത്തകളിൽ കേൾക്കുന്നുണ്ട്. ശരിയായിരിക്കാം, വർഗീയ കലാപങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു. അപ്പോൾ ഇന്ന് ഈ ഗുജറാത്തിൻ്റെ ഈ സൂററ്റ് ടൗണിലൂടെയാണ് കൂടുതലും എൻ്റെ യാത്ര. ഇതെല്ലാം അവിടുത്തെ ഒരു പുരാതന ടൗണാണ്, പുരാതന സ്ട്രീറ്റുകളാണ്. ഞാൻ പുരാതന സ്ട്രീറ്റുകളിലൂടെയുള്ള സഞ്ചാരം തിരഞ്ഞെടുത്തതാണ്. ഇവിടത്തെയും മനുഷ്യജീവിതവും ഇവിടുത്തെ ബിസിനസ്സും എല്ലാം നമുക്ക് കാണണ്ടേ. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ മാത്രം ഉള്ള ഭാഗം മാത്രം നമുക്ക് കണ്ടാൽ പോരല്ലോ. ഇവിടെയുള്ള ഈ അമ്പരചുംബികളായ പല ബിൽഡിങ്ങുകളിലും പല കെട്ടിടങ്ങളിലും ഡയമണ്ടിൻ്റെ ബിസിനസ് നടത്തുന്ന കെട്ടിടങ്ങളാണ് കൂടുതലും. നമുക്കത് ആരുടെ സഹായം തേടിയെങ്കിലും അത് കാണണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറ്റുന്നില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ വീണ്ടും ഈ ഗുജറാത്തിലെ സൂറത്തിലൂടെ ഉള്ള യാത്രയിലാണ്. ഗുജറാത്ത് ഇനിയും കണ്ടു തീരാനുണ്ട്, ധാരാളമുണ്ട്. ഗുജറാത്തിലും രാജസ്ഥാനിലെ പോലെ 10-15 ദിവസം എടുത്ത് കാണേണ്ട ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. വീണ്ടും ഞാനൊരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറി തലങ്ങും വിലങ്ങുമായി ഫ്ലൈ ഓവർ പോകുന്ന ഒരു പാതയാണിത്. പാതയെല്ലാം നല്ലപോലെ വൃത്തിയാക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം ധാരാളം വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നു. അതുപോലെ പൊതുഗതാഗതവും നല്ല രീതിയിൽ ഇവിടെ ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനലിൻ്റെ പേര് ടോൺ വീൽസ് എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടോൺ വീൽസിലൂടെ ഇത് കാണുക. എനിക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
എൻ്റെ ടോൺ വീൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്തിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വീണ്ടും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാസിറ വ്യവസായ നഗരത്തിലേക്കാണ്. അടുത്ത വീഡിയോ നമുക്ക് വ്യാവസായിക നഗരമായ ഹാസിറയെ പറ്റിയാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.